പോരാതെ ഞാൻ ചെയ്ത പാപങ്ങൾ നീങ്ങുവാൻ നാരായണ നിന്മൈ കൈത്തൊഴുന്നേ. നാരായണ ഗുരുവായൂർമേവിടും കാരുണ്യവാരിധേ കൈത്തൊഴുന്നേ. 12ാമത്തെ ദിവസം പ്രഭാതത്തിൽ തന്നെ ദ്രോണാചാര്യൻ പടകളെ നയിച്ചു. ഗരുഡവ്യൂഹമാണ് ആചാര്യൻ ചമച്ചത്. പാണ്ഡവർ അർദ്ധചന്ദ്രാഹാര വ്യൂഹമാണ് ചമയ്ക്കേണ്ടായത്. യുധിഷ്ഠിരൻ സത്യജിത്തിനെയും ദൃഷ്ടദ്യുമ്നനെയും ഇരുഭാഗങ്ങളിലും കൊണ്ട് ആണ് പടയ്ക്ക് പുറപ്പെട്ടത്. പട അങ്ങോട്ട് പുറപ്പെട്ടപ്പോൾ ത്രിഗർത്ത രാജാവായ സുശർമ്മൻ നേരെ അർജുനൻ്റെ മുമ്പിലെത്തിയിട്ട് അനുജന്മാരും കൂടി വൻ പടയോടുകൂടി വന്ന് അർജുനനെ വെല്ലുവിളിച്ചു. വീരവാദങ്ങളും അപഹാസ്യ വാക്കുകളുമോടും കൂടിയിട്ടാണ് അർജുനൻ്റെ മുമ്പിൽ നിന്ന് അവർ പോർവിളി നടത്തിയത്. ഇത് കേട്ട സാധാരണക്കാർ പോലും അടങ്ങിയിരിക്കില്ല. പിന്നെയാണോ വില്ലാളി വീരനായ അർജുനൻ പ്രതികരിക്കാൻ പോണോ? മേഘഗർജനം പോലെ ശബ്ദം ഉണ്ടാക്കിയിട്ട് രഥം നിമിഷ നേരം കൊണ്ട് അവരുടെ നടുക്കിലേക്ക് അങ്ങോട്ട് എത്തിച്ചു ഭഗവാൻ. അതിഗംഭീര യുദ്ധം തുടങ്ങി. ശത്രുക്കൾ ധാരാളം ഉണ്ടേ, ചുറ്റിയാണ്, നടുക്കാണ് അർജുനൻ നിൽക്കണതേ. അർജുനൻ എന്ത് ചെയ്തു? വിശ്വകർമാസ്ത്രം അങ്ങോട്ട് പ്രയോഗിച്ചു. ഈ വിശ്വകർമാസ്ത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട്, ഭ്രമിപ്പിക്കും. തൻ്റെ മുമ്പിൽ നിൽക്കുന്നത് തൻ്റെ ശത്രുവാണെന്ന് തോന്നിക്കും. അതുകൊണ്ട് ഈ ഭടന്മാർക്കൊക്കെ മുമ്പിൽ കാണുന്നത് മുഴുവൻ അർജുനനായി. തൻ്റെ മുമ്പിൽ നിൽക്കുന്നത് അർജുനനാണ് എന്നൊരു തോന്നൽ. അങ്ങനെ അവർ തമ്മിൽ യുദ്ധം ചെയ്ത് ചാവാൻ തുടങ്ങി. ത്രിഗർത്തൻ്റെ സൈന്യം മിക്കവാറും തല്ലി നശിച്ചു. ബാക്കിയുള്ളവർ ചിന്നിച്ചെതറി പോവുകയും ചെയ്തു. പടക്കളത്തിലേക്ക് പുറപ്പെട്ട യുധിഷ്ഠിരനെ പിന്തള്ളിയിട്ട് ദൃഷ്ടദ്യുമ്നൻ ആചാര്യനോട് ഏറ്റുമുട്ടാൻ കയറി. ദ്രോണനും ദൃഷ്ടദ്യുമ്നനും തമ്മിൽ നേർക്ക് നേർ എന്നും പറഞ്ഞ് ഉടനെ തന്നെ ദുര്യോധനൻ ധാരാളം ആളുകളെ ദൃഷ്ടദ്യുമ്നോട് എതിർക്കാൻ വേണ്ടി അങ്ങടയച്ചു. അങ്ങനെ ദൃഷ്ടദ്യുമ്നനെ ദ്രോണാചാര്യൻ്റെ മുമ്പിൽ നിന്ന് മാറ്റി. ദ്രോണാചാര്യർ പടക്കളത്തിൽ ഒരജയ്യ ശക്തിയായിട്ട് അങ്ങോട്ട് മാറി. എവിടെ നോക്കിയാലും ദ്രോണൻ്റെ അസ്ത്രങ്ങൾ മാത്രം. ദ്രോണനോട് എതിർക്കാൻ വയ്യ. പാണ്ഡവ പട ചിന്നിച്ചിതറാൻ തുടങ്ങി. ദ്രോണാചാര്യൻ്റെ ഈ യുദ്ധവൈദഗ്ധ്യം ഉണ്ടല്ലോ, അത് ദുര്യോധനനും കർണനും ദൂരെ മാറി നിന്ന് അങ്ങനെ കണ്ട് രസിക്കാൻ തുടങ്ങി. ദ്രോണാചാര്യൻ്റെ താണ്ഡവം നിർത്തിയേ പറ്റൂ എന്നും പറഞ്ഞിട്ട് ഭീമൻ മുന്നോട്ട് കയറി. ക്രോധിയായ ഭീമൻ എല്ലാ എതിർപ്പുകളെയും തട്ടി മാറ്റി ദ്രോണനോട് നേരിട്ട് ഏറ്റുമുട്ടി. ഈ സമയത്ത് മഹാപരാക്രമശാലിയായ ഭഗദത്തൻ ഭീമനോട് ഏറ്റുമുട്ടാൻ വന്നു. ആനപ്പുറത്താണ് ഭഗദത്തൻ്റെ വരവ്. ഭഗദത്തൻ്റെ ഒരാനയുടെ ശക്തി 10,000 മറ്റാനകളുടെ ശക്തിയാണ്. അത്രയ്ക്ക് ശക്തിമത്തായിട്ടുള്ള എതിർപ്പുമായിട്ടാണ് ഭഗദത്തൻ ഭീമനോട് എതിർക്കണത്. പോർക്കളത്തിൻ്റെ ഇനിയൊരു ഭാഗത്ത് യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന അർജുനൻ നോക്കിയപ്പോൾ മറുഭാഗത്ത് പൊടിപടലങ്ങൾ പൊന്തുണു, അട്ടഹാസങ്ങൾ കേൾക്കണു. ഇതെന്താവോ എന്ന് ശ്രീകൃഷ്ണൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, അർജുന, പ്രജ്യോതിഷപുരെ രാജാവായ ഭഗദത്തൻ പാണ്ഡവപ്പടയോട് ഏറ്റുമുട്ടുന്ന കോലാഹലാണ് കേൾക്കണത്. അർജുന രഥം നേരെ അവിടുന്ന് തിരിച്ച് ഭഗദത്തൻ്റെ മുമ്പിലേക്ക് എത്തി. നിമിഷ നേരം കൊണ്ട് 14,000 സംശപ്തകരെ അർജുനൻ കൊന്നൊടുക്കി. അർജുനൻ്റെ ഈ കൈവേഗതയും ആ ത്രാണിയും കണ്ടിട്ട് ഭഗവാൻ വരെ അർജുനനെ പ്രശംസിക്കുകയുണ്ടായിത്രേ. അർജുന, ഇന്ദ്രനോ യമനോ കുബേരനോ പോലും ഈ കാണിച്ച പ്രവൃത്തി സാധിക്കാൻ പറ്റില്ല. ക്രുദ്ധനായ അർജുനൻ ഭഗദത്തൻ്റെ വില്ല് മുറിക്കുകയും ആവനാഴി തീർപ്പിക്കുകയും ചെയ്തു. ഭഗദത്തൻ എന്ത് ചെയ്തു? ശക്തിയേറിയ ഒരു വേല് അർജുനൻ്റെ നേരെ അങ്ങോട്ട് പ്രയോഗിച്ചു. അവൻ്റെ വേല് കൊണ്ടാ നാശ ആർക്കും. ഇത് കണ്ട ഭഗവാൻ എന്ത് ചെയ്തു? തേർത്തട്ടിൽ എനിറ്റു നിന്നിട്ട് ഒരൊറ്റ ചവിട്ട് തേരങ്ങോട്ട് താന്നു. വേല് തേരിൻ്റെ മകുടത്തിൽ കൊണ്ട് നിഷ്ഫലമായി പോയി.
തൻ്റെ വേല് ഫലിക്കാണ്ട് വന്നപ്പോൾ ക്രുദ്ധനായ ഭഗദത്തൻ എന്ത് ചെയ്തു? വരണത് വരട്ടെ എന്ന് പറഞ്ഞിട്ട് കയ്യിലുണ്ടായിരുന്ന വൈഷ്ണവാസ്ത്രത്തെ അങ്ങോട്ട് പ്രയോഗിച്ചു. ആ അസ്ത്രത്തിനെ തടുത്തത് ഭഗവാനാ. ആ അസ്ത്രം ഭഗവാന്റെ കഴുത്തിലെ വൈജയന്തി മാലയുടെ കൂടെ വേറൊരു മാലയായിട്ട് വന്ന് പതിച്ചു. ഇത് കണ്ടപ്പോൾ അർജുനൻ പറഞ്ഞു, ഭഗവാനെ, തെറ്റല്ലേ ചെയ്തത്? ഞാൻ യുദ്ധത്തിൽ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞിട്ട് ശത്രുവിൻ്റെ അസ്ത്രം തടുത്തത് തെറ്റല്ലേ? അപ്പോൾ ഭഗവാൻ പറയാ, അർജുന, ഭൂമി ദേവിയുടെ പുത്രനാണ് നരകാസുരൻ. നരകാസുരൻ്റെ പുത്രനാണ് ഭഗദത്തൻ. ഭൂമി ദേവിയുടെ അപേക്ഷ പ്രകാരം നരകാസുരന് വിഷ്ണു ഭഗവാൻ കൊടുത്ത അസ്ത്രമാണ് ഈ വൈഷ്ണവാസ്ത്രം. കൊടുക്കുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു, സ്വയം രക്ഷക്കല്ലാണ്ട് ഇത് ശത്രുക്കളുടെ മേൽ പ്രയോഗിക്കുകയാണെങ്കിൽ ഞാൻ തിരിച്ചെടുക്കും ടോന്ന്. നരകാസുരൻ മരിച്ചു. നരകാസുരൻ്റെ കയ്യിൽ നിന്ന് ഈ അസ്ത്രം ഭഗദത്തൻ്റെ കയ്യിലെത്തി. ആ അസ്ത്രം കയ്യിലുള്ളിടത്തോളം കാലം അയാൾ ശക്തിമാനാണ്. അയാളെ ആർക്കും കൊല്ലാൻ കഴിയില്ല. ആ അസ്ത്രം എന്നിലല്ലാതെ വേറെ അടങ്ങുമില്ല, വേറെ വഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ തടുക്കേണ്ടതായിട്ട് വന്നത്. ആ ദിവ്യാസ്ത്രം അവൻ പാഴാക്കി കളഞ്ഞേക്കണു. അവൻ്റെ ശക്തിയും അതോടെ തീർന്നു. ഇനി അവനെ കൊല്ലുക എന്നുള്ളത് എളുപ്പമാണ്. ദുർബലനായി തീർന്നിരിക്കണു അവൻ. ധൈര്യമായിട്ട് ഇനി അവനോട് യുദ്ധം ചെയ്യൂ, ഉടനെ അവന് മുക്തി കൊടുക്കൂ അർജുന എന്ന് ഭഗവാൻ പറയണ്ടായി. ഇത് കേൾക്കേണ്ട താമസം അർജുനൻ ഭഗവാനെ അങ്ങോട്ട് തൊഴുതു. ഇതെന്തൊരു വിസ്മയ! ഓരോരോ പുതു ലീലകളാണ് ഭഗവാൻ ഈ യുദ്ധഭൂമിയിൽ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഭഗവാന്റെ വാക്ക് കേട്ട ഉടനെ അർജുനൻ ഭഗദത്തൻ്റെ സാധാരണ ആനകളെക്കാൾ 10,000 ആനകളുടെ ശക്തിയുള്ള ഭഗദത്തൻ്റെ ആനയെ ഒരൊറ്റ അമ്പ് അതിനെ കൊന്നു. പിന്നെ താമസം ഉണ്ടായില്ല, അടുത്ത അമ്പിൽ ഭഗദത്തനും വീണു. ഭഗദത്തൻ വീണ് കഴിഞ്ഞപ്പോൾ ഭഗവാൻ പറയാണ്, നിൻ്റെ അച്ഛനായ ഇന്ദ്രൻ്റെ സുഹൃത്താണ് ഭഗദത്തൻ, അവനെ വേണ്ട വിധം ബഹുമാനിക്കൂ. അർജുനൻ ഉടനെ തേരിയിൽ നിന്ന് ഇറങ്ങി ഭഗദത്തനെ പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ചു. ഭഗദത്തൻ വീണ് കഴിഞ്ഞപ്പോൾ ശകുനി വലിയൊരു പടയോടുകൂടി അർജുനനോട് എതിർക്കാൻ വന്നു. ശകുനി ചില്ലറക്കാരനൊന്നുമല്ല. ശകുനി തുടങ്ങിയത് മായാപ്രയോഗങ്ങളാണ്. കരടി, പാമ്പ് ഇതിനൊക്കെ കഴിച്ചുവിടാൻ തുടങ്ങി. അർജുനൻ അതിനെയൊക്കെ കൊല്ലുക. അത് കഴിഞ്ഞപ്പോൾ ഭൂതങ്ങൾ, രാക്ഷസന്മാർ ഒക്കെ ശകുനി സൃഷ്ടിച്ച് അർജുനനോട് എതിർക്കാൻ വിടുകയുണ്ടായി. അർജുനൻ അവരെയും കൊന്നു. ശകുനിയുടെ മായാവിദ്യകളൊന്നും ഫലിച്ചില്ല. വജ്രസമാനമായ അർജുനൻ്റെ അമ്പുകളെ നേരിടാൻ പറ്റാണ്ട് ശകുനിയും പിന്മാറി. അന്നത്തെ ദിവസത്തെ അർജുനൻ്റെ ആ പരാക്രമം എല്ലാവരെയും പേടിപ്പിച്ചു എന്ന് തന്നെ പറയണം. ഇത്രയും ശക്തനായ ഭഗദത്തനെ ഒരൊറ്റ അമ്പല് കൊല്ലുക, എല്ലാവരും വിസ്മയിച്ചു പോയി. അർജുനനെ അകറ്റിയാൽ യുധിഷ്ഠിരനെ പിടിച്ചു തരാമെന്ന് പറഞ്ഞ ആചാര്യൻ്റെ വാക്ക് നടന്നില്ല. അർജുനനെ ഞങ്ങൾ കൊന്നുകളയും എന്ന് പറഞ്ഞ തൃകർത്തന്മാരുടെ ആഗ്രഹവും നടന്നില്ല. തൃകർത്തന്മാർ ഇല്ലാണ്ടായി. ഭഗദത്തൻ്റെ അന്ത്യവും കുറിച്ചു. അങ്ങനെയാണ് 12ാമത്തെ ദിവസത്തെ യുദ്ധം അവസാനിച്ചത്. സൂര്യൻ അസ്തമിച്ചു. എല്ലാവരും ശിബിരങ്ങളിലേക്ക് മടങ്ങിപ്പോയി. ഭഗവാൻ എല്ലാവർക്കും സന്തോഷത്തോടുകൂടി ജീവിക്കാനുള്ള അനുഗ്രഹം നൽകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു.